ഈ മാസം 2-ാം തീയതി ജോർജ് കുട്ടി ഇവിടെ ഇല്ലായിരുന്നു. തോട്ടുപുഴയിലേതോ പള്ളിയില് ധ്യാനത്തിന് പോയതായിരുന്നു. ആദ്യം നിങ്ങൾ അതല്ലല്ലോ പറയാൻ വന്നത്. അല്ല സർ, പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഈ കഴിഞ്ഞ ദിവസം കൂടി ജോർജ് കുട്ടി ആ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ജോർജ് കുട്ടി ധ്യാനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? വളരെ നല്ല ധ്യാനമായിരുന്നു എന്ന് പറഞ്ഞു. പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ കഥയൊക്കെ ഇവിടെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു. എന്ത് കഥ? ശത്രുരാജ്യത്തെ സ്നേഹവും ക്ഷമയും കൊണ്ട് കീഴടക്കിയ ഒരു രാജാവിന്റെ കഥ. ധ്യാനത്തിന് പോയിട്ട് ജോർജ് കുട്ടി എപ്പോഴാ മടങ്ങി വന്നത്? പിറ്റേ ദിവസം. എത്ര മണിയായപ്പോ? അതെനിക്ക് അറിയില്ല സാർ. അന്ന് ഓഫീസിലേക്ക് വന്നില്ല. ധ്യാനത്തിന് പോയി വരുന്നതിനിടയ്ക്ക് നിന്നെ ഫോൺ വിളിക്കോ മറ്റോ ചെയ്തോ? ആ, പോയെന്ന് രാവിലെ വിളിച്ചിരുന്നു. എത്ര മണിയായപ്പോ? ഒരു 9-നും 10-നും ഇടയ്ക്ക്. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്നത്? അത് 9 മണിക്കാണ് ഞാൻ ഓഫീസിൽ വരുന്നത്. അത് കഴിഞ്ഞ് അവിടേക്ക് അടിച്ചു വരും. ആ സമയത്താ കോള് വന്നത്. ജോർജ് കുട്ടി എന്താ നിന്നോട് സംസാരിച്ച്? അന്നത്തെ കളക്ഷൻ ഓഫീസിൽ വെക്കണ്ട, വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഇവരെ അറിയോ? അറിയും സാർ. ഇവർ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു? ഉവ്വ്, ഒരു 4-5 ദിവസം മുമ്പ്. അതിനു മുമ്പ് അവരെന്നാ നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് ഈ മാസം 2-ാം തീയതി തോന്നുന്നു സാർ. അന്ന് അവരെങ്ങോട്ട് പോവാന്നാ പറഞ്ഞത്? തൊടുപുഴയിൽ ഏതോ ധ്യാനം കൂടാൻ പോവാന്നാണ് പറഞ്ഞത്.